അക്ബർ ആൻഡ് ലക്ഷ്മി ആരായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത് എനിക്കറിയില്ല. ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നത് അത് സംഭവിക്കുന്നത്. അതെ, ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ പല മത്സരാർത്ഥികളും നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കപ്പ് നേടാതെ പുറത്തു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ ചതി നടന്നിരിക്കുന്നു, കൊടും ചതി നടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റി ലാളിച്ച പ്രമുഖ മത്സരാർത്ഥിയായ അനുമോൾക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായ അനുഭവം, അതായത് പതിവിന് വിപരീതമായി നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അനുമോൾക്ക് റെഡ് കാർഡ് കിട്ടുമെന്നൊക്കെയുള്ള ചില സ്റ്റാറ്റസുകളും വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു, നമ്മളും അത് പങ്കുവച്ചിരുന്നു. എന്നാൽ റെഡ് കാർഡ് ഒന്നും കൊടുക്കാതെ അനുമോളെ ശാസിക്കാതെ തന്നെ അനുമോളെ മാനസികമായി തളർത്തുന്ന രീതിയിൽ, അതായത് ലാലേട്ടൻ അടിക്കടി ചോദിക്കുകയാണ് അനുമോൾ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, അനുമോൾ പറയുന്നത് ഒന്നും ലാലേട്ടന് വ്യക്തമാവുന്നില്ല. അത് ലാലേട്ടൻ അടിക്കടി പറഞ്ഞുകൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെ കൊണ്ടുകൂടി ഓള് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വരുത്തി തീർത്ത് ഓക്കൊന്നും അറിയാത്തൊരു പടുവിഡ്ഢിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അതിലൂടെ ഓളെ മാനസികമായി തളർത്തി. അതായത് ഏറ്റവും മികച്ച രീതിയിൽ ടാസ്കുകൾ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനുമോളെ ഇനി തകർക്കാൻ, മാനസികമായി തകർത്താൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് ബോധ്യപ്പെട്ട ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് അനുമോൾ ആർമി സംശയിക്കുന്നതിൽ തെറ്റ് പറയാനൊക്കില്ല. എനിവേ, ഏറെ ദുഃഖകരമായ ചില സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം ഞെട്ടലുളവാക്കുന്ന കൊടും ചതിയുടെ ആ ഒരു കഥ എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഒറ്റ ഒരാൾ പോലും, ദയവ് ഇത് എന്റെ റിക്വസ്റ്റ് ആണ്, ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ്, ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. എനിവേ, എന്താണ് നടന്നിരിക്കുന്നത്? എവിക്ഷനിൽ ആരാണ് പുറത്തു പോയിരിക്കുന്നത്? എവിക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യക്തികളടക്കം പ്രതികരിച്ചിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എവിക്ഷനിൽ വന്ന ഷാനവാസ് എന്ന് പറയുന്ന ഒരു പഹയൻ, നൂറ, ഒപ്പം തന്നെ ഈ പറഞ്ഞ നെവിൻ, മറ്റാരായിരുന്നു ആര്യൻ ഖദോരി, ഇവരൊക്കെ സേവ് ആയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ കാണപ്പെട്ടത് അക്ബറും നമ്മുടെ ലക്ഷ്മിയുമാണ്. അക്ബറിനെയും ലക്ഷ്മിയെയും മറ്റു മത്സരാർത്ഥികളും കൂടി വാതിലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആ സമയത്ത് എൻട്രൻസ് ഡോറ് തുറന്ന് മാരുതിയുടെ ഏറ്റവും പുതിയ വിക്ടോറിയസ് മാരുതി സുസുക്കി വിക്ടോറിയസ് കടന്നു വരുന്നു. നമുക്കറിയാം, ലക്ഷ്മിപ്രിയെ ബുള്ളറ്റിൽ എവിക്റ്റ് ചെയ്ത പോലെയുള്ള ഒരു എവിക്ഷൻ ആണെന്ന് നമ്മൾ കരുതി. അങ്ങനെ വണ്ടി വന്ന് നിൽക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ കാറുകളിൽ കയറിപ്പോകുന്ന നിങ്ങളിൽ ഒരാൾ മാത്രം ഇവിടേക്ക് തിരിച്ചു വരും. മറ്റൊരാൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. അതായത് അക്ബറിനെയും ലക്ഷ്മിയെയും കണ്ണ് മൂടിക്കൊണ്ട് ആ രണ്ട് കാറുകളിൽ കയറ്റിവിടുന്നു. വാതില് തുറന്ന് കാറുകൾ പുറത്തു പോകുന്നു. അതായത് അക്ബറും ലക്ഷ്മിയും ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ പോയിരിക്കുന്നു. എവിക്ഷനിലൂടെ പുറത്തു പോകുന്ന ആൾ ലാലേട്ടന്റെ അടുത്തേക്കും മറ്റേയാൾ ബിഗ് ബോസ് ഹൗസിലേക്കും മടങ്ങിയെത്തുന്നു. ഇതിനു മുമ്പ് ആദിലയുടെ എവിക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് ചില എവിക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. സീക്രട്ട് റൂം ടാസ്കുകളിലൊക്കെ ഇത് കാണാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നത്, ഇവിടെ ലക്ഷ്മിയോടൊപ്പം പോകാൻ ഏറ്റവും അധികം ചാൻസ് ഉണ്ടായിരുന്നത്, വോട്ട് കുറവുണ്ടായിരുന്നെന്ന് നമ്മൾ കരുതിയത് നെവിൻ എന്ന് പറയുന്ന ഒരു പഹയനാണ്. ഓനെയും ലക്ഷ്മിയെയും ഈ രീതിയിൽ ഒരു ടാസ്കിൽ കളിപ്പിക്കാതെ അക്ബറിനെ എന്തിനാണ് കൊണ്ടുവന്നത്? അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ ഈ ഒരു എവിക്ഷനിൽ എന്തായാലും സേഫ് ആകുമെന്ന് വളരെ വ്യക്തമായി 99% ആളുകൾക്കും അറിയാമായിരുന്നു. ആ ഒരു അവസരത്തിൽ എന്തിനാണ് മുൾമുനയിൽ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് അക്ബറിനെയും ലക്ഷ്മിയെയും ഈ ഒരു ടാസ്കിൽ കൊണ്ടുവന്നത്? അതായത് അക്ബറിന്റെ ആർമിക്കാർ ഒഴികെയുള്ള ആളുകൾ പറയുന്നത് ഇത് അക്ബറിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ വലിയൊരു തന്ത്രമാണെന്നാണ് പറയുന്നത്. അതിനവർ പറഞ്ഞു വെക്കുന്ന ചില ഞെട്ടിക്കുന്ന തെളിവുകൾ എന്താണത്? വരട്ടെ. വീക്കെൻഡ് എപ്പിസോഡുകളുടെ താഴെ പൊതുവെ കാണുന്ന ഒരു കമന്റാണ്, അക്ബറിനെ വെളുപ്പിക്കാൻ ഏഷ്യാനെറ്റ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സെർഗോ വിജയരാജ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡയറക്ടറാണ് സെർഗോ വിജയരാജ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ എന്തൊക്കെ പറയണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി അക്ബറും സെർഗോ വിജയരാജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. സീ കേരളത്തിൽ സംരക്ഷണം ചെയ്തു
ചെയ്തിരുന്ന സരിഗമപ്പ സീസൺ 1 ഡയറക്ടറായിരുന്നു സെർഗോ വിജയരാജ്. അതിൽ മത്സരിച്ച മത്സരാർത്ഥിയായിരുന്നു അക്ബർ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർ സിംഗർ 9-10 സീസണുകളിലെ ഡയറക്ടറാണ് സെർഗോ വിജയരാജ്. അതിൽ ടീം ക്യാപ്റ്റനായി അക്ബർ. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരു PR ടീമിന്റെ ആവശ്യമില്ല. ഏഷ്യാനെറ്റ് തന്നെയാണ് അക്ബറിന്റെ ഏറ്റവും വലിയ PR എന്ന് കണക്കാക്കാം. അതായത് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ചുമതലക്കാരനായ ഡയറക്ടർ കൂടിയായ സർഗോ വിജയരാജ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു കള്ള ഹിമാറിനെ പുറത്തെത്തിക്കാൻ നടത്തിയ ഒരു ആസൂത്രിതമായ ഒരു തന്ത്രം. ഓനെ പുറത്തെത്തിച്ചതിന് ശേഷം അനുമോൾ ഉൾപ്പെടെയുള്ള അനീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ മാനസികമായി തളർത്തി ഓനെ പുറത്ത് കൊണ്ടുവന്ന് ചില സ്ട്രാറ്റജികൾ പറഞ്ഞു കൊടുത്ത് ഓനെ കളി പഠിപ്പിച്ചു കൊടുത്ത് ഓനെ തിരിച്ചു കൊണ്ടുവന്ന് കപ്പടിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഓനെ വൈറ്റ് വാഷ് അടിച്ച്, അതായത് ഈ രീതിയിലുള്ള ഫോട്ടോകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പഹയനെ വൈറ്റ് വാഷ് അടിക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപണം. അതായത് അക്ബറിന്റെ ഭാവ പോയപ്പോൾ ഈ രീതിയിൽ ഒരു കോടതി ടാസ്ക് കൊണ്ടുവന്ന് അരമുക്ക മണിക്കൂറോളം അക്ബറിനെ വിളിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അക്ബറിനെ സ്വാന്തനിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല. അത് മാത്രമല്ല, ആദ്യം നമുക്കറിയാം അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ച് അക്ബറിനോട് മോനെ ഈ മര്യാദയ്ക്ക് സംസാരിക്കണം, ചീത്തയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മൾ കണ്ടതാണ്. അതും പതിവിന് വിപരീതമാണ്. എന്നാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ഒരു പകയനെ പുറത്ത് കൊണ്ടുപോയി എല്ലാം പറഞ്ഞു കൊടുത്ത് കൊച്ചുകുട്ടികളെ പഠിക്കുന്ന നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന മാതിരി ഓനെ ഇങ്ങനെ എഞ്ചൂടി പഠിപ്പിച്ച് അകത്ത് കയറ്റിയാൽ പോലും ഓനിക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കണ്ടേ? ജനങ്ങൾ വോട്ട് കൊടുത്താലല്ലോ ഓനിക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. എനിവേ, ഈ ഒരു എവിക്ഷനിലൂടെ ആരാണ് കൊച്ചിയിലേക്ക് പോയതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഈ ഒരു പ്രമോയുടെ താഴെ ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ കള്ള ഹിമാറുകൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുന്നതെന്ന്. അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ LGTV ചെയർമാൻ അടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്മി പുറത്തു പോകുന്നു എന്നുള്ള സൂചനകൾ LGTV പ്രതിനിധികൾക്ക് കിട്ടിയിരുന്നു. അവരുടെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാണ് ലക്ഷ്മി. അങ്ങനെ ആ ഒരു പ്രമോയുടെ താഴെ നമ്മൾ നെഞ്ചിലേറ്റിയ ലക്ഷ്മി പുറത്തു പോയപ്പോൾ ആ ഒരു കള്ള ഹിമാറ് LGTVയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. എന്താണത്? അതേ, സീസൺ 4 ഗെയിം ചേഞ്ചർ റിയാസ് സലീം അദ്ദേഹം പറയുന്നത് ദ വേ ദ യൂണിവേഴ്സ് സെഡ് ഇല്ല, നോട്ട് ഇൻ മൈ ഹൗസ് മാം എന്നൊരു കമന്റും ഒരു ഇമോജിയും ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു ഇമോജിയും ഇട്ടിരുന്നു. അതിന്റെ താഴെ ചില ആളുകൾ സീസൺ 4 താനും ജയിക്കാത്ത ഒരു പടുവാഴ ആയിരുന്നല്ലോ എന്നൊക്കെയാണ് ചിലർ കമന്റ് ഇട്ടിരിക്കുന്നത്. എനിവേ, ഗെയിം ചേഞ്ചർ കടുത്ത രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ലക്ഷ്മിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് LGTVക്കെതിരെ കളിച്ച ഈ ഒരു മത്സരാർത്ഥി ഈ രീതിയിൽ പുറത്തു പോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ആ ഒരു പകയൻ ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. എന്താണത്? Okay, let me ask you a question. Do you all realize the fact that most of the infrastructures that you use, the road that you drive on, the public services that you enjoy, the very system that make your life easier are built with the tax money of queer people too? വളരെ കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത്. ഞാൻ അവിടെ ഗെയിം ചേഞ്ചർ ആകാൻ വേണ്ടി ഒരു ടാസ്കിൽ ചെന്നപ്പോൾ എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് പോലും ഓള് പറഞ്ഞില്ല. മാത്രമല്ല, LGTVയെ കടുത്ത രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലും ഓള് പെരുമാറിയിരുന്നു. അത്തരത്തിലൊരു മത്സരാർത്ഥി പുറത്ത് പോവേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഗെയിം ചേഞ്ചർ പറയുന്നത്. Gay men, trans women, every queer people pay the same taxes you do. So the next time when you hit the road, understand a queer person helped to build that road. അതായത് അദ്ദേഹം പറയുന്നത് ട്രാൻസ്വുമണും ഇതുപോലുള്ള LGTVക്കാർക്കും ഒക്കെ അവകാശപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെയുള്ള വീട്ടിൽ കയറ്റത്തില്ല എന്ന ഡയലോഗിൽ പറയുന്ന ഹിമാറുകൾ വേണ്ടേ വേണ്ട. അത്തരം ആളുകൾ ഇനിയെങ്കിലും ഇത് കണ്ടു പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? Yet some of you have no shame using their money, their vote, their labor, their art, their everything. Yet have the audacity to deny the rights they deserve. The right to legally marry, to adopt a child, to inherit, to simply exist. You don't want them to have the same life that you have. Yet you are expecting them to keep building yours. Same responsibility, zero rights. Wow, how shameless.
അത് വലിയ രീതിയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതായത് ഈ രീതിയിൽ ഇതുപോലെ ഷെയിംലെസ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ പാഠമായിരിക്കട്ടെ. അതായത് ഇൻ ഫ്യൂച്ചറിലെങ്കിലും ഈ രീതിയിൽ LGTVക്കെതിരെ കളിക്കുന്നവർക്ക് ഇതൊരു കടുത്ത താക്കീതായിരിക്കട്ടെ. LGTVക്കെതിരെ ആര് നിൽക്കുന്നു അവരെ LGTVക്കാർ പോകുന്നതിന് മുമ്പേ തങ്ങൾ പുറത്താക്കിയിരിക്കും. അതായത് ലക്ഷ്മിയെ പുറത്താക്കാൻ വേണ്ടി വളരെ സജീവമായ LGTV പ്രതിനിധികൾ അല്ലെങ്കിൽ ആ സംഘടനയിലെ ആളുകൾ, അവരുടെ ആർമിക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിനെ കൊച്ചിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് വ്യക്തമാണ്. എനിവേ ഏറെ ദൗർഭാഗ്യകരമായ ഒരു എവിക്ഷനാണ്. ലക്ഷ്മിയാണ് ഔട്ടാവുന്നതെങ്കിൽ. അതിനിടയിലും ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം, അക്ബർ എന്ന് പറയുന്ന ആ ഒരു കള്ള ഹിമാറിനെ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് എത്തും പിടിയും കിട്ടാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? സാധാരണ നിലയ്ക്ക് അക്ബറിനെ കൊണ്ടുപോയതാണോ? എന്തുകൊണ്ടായിരിക്കാം അക്ബറിനെ തന്നെ അതിന് ചൂസ് ചെയ്ത്? നെവിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാതിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒപ്പം തന്നെ നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരം അനുമോളെ ഈ രീതിയിൽ എന്തുകൊണ്ടായിരിക്കാം മാനസികമായി തളർത്തിക്കളയുന്നത്? അനീഷിന്റെ കാര്യത്തിലും വിഭിന്ന അഭിപ്രായമല്ല. ഈ രീതിയിലാണ് കളി മുന്നോട്ട് പോകുന്നതെങ്കിൽ അനീഷും കപ്പടിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം വിശദമായി കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ഒരാൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് പ്ലീസ്. താങ്ക് യു.